ചിലക്കൊക്കെ ഭാഗമുള്ള ചിലക്കൊക്കെ ഉണ്ടാകും. 100 റുപ്യ ഉള്ളൂ. എനിക്കിടാൻ പറ്റിയതൊക്കെ വാങ്ങായിരുന്നു കേട്ടോ. ടീഷർട്ടേ വലിയ ലൂസുള്ള ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എനിക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് വലിയ ലൂസ്. ഏതെടുത്താലും 100 രൂപ. ഞാൻ ആ മിഠായി തെരുവ് ആസ്വദിച്ചു കേട്ടോ. എന്തോ തിരക്കൊക്കെ എന്തെല്ലാം സാധനങ്ങൾ അറിയാതെ അങ്ങനെ വിചാരിച്ച് അപ്പോൾ ഉമ്മളമാരെ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. നല്ല ഒരു നഷ്ടം വരില്ല. ഇത്രയും ഭംഗി മറ്റേ മിഠായി തെരുവ്. ഇതെല്ലാം കാഴ്ചകളാണ്. അതിനേക്കാളും രസം ഓരോരോ ചരക്കുകൾ പല മോഡല് പെൺകുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ എന്താ രസം അറിയാം. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കളറാണ്. ആ നല്ല രസമുള്ള നമ്മൾ പണ്ട് സ്ഥലം കേട്ടു. വേറെ വേറെ പാട്ടാണ്, പക്ഷെ പരിചയമുള്ളതിനൊക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചിരിക്കുന്ന പോലെ തോന്നുന്നു. അത്രയും ഹാപ്പിയിലാണ് ഓരോരുത്തരും നടക്കുന്നത്. എന്നോട് മാത്രമല്ല മൊത്തത്തിൽ അങ്ങനെയാണ് വരും. അതും പല കോലത്തിൽ. അതായത് ഈ ചിലരെ കണ്ടാൽ മറ്റേ നേപ്പാള്, ജപ്പാന്, ചിലരെ കണ്ട മറ്റേ റഷ്യന്, അങ്ങനെ പല രസത്തിലുള്ള പല സ്ഥലങ്ങൾ. അതിൽ തെലുങ്ക് സംസാരിക്കുന്നവർ, ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അങ്ങനെ പല നമ്മൾ വേറെ ഏതോ നാട്ടിലെത്തിപ്പെട്ട പോലെ. ഞായറാഴ്ച ആയിട്ട് വന്നതുകൊണ്ട് വർച്ചിട്ടുണ്ടായിരുന്ന രസം. നമ്മൾ രണ്ടാളും ഇങ്ങനെ തോളത്തെ കൈയിലിട്ട് അങ്ങനെ നടന്നാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ നമ്മളെ ഈ ഷിയാബിൻ്റെ പെണ്ണുങ്ങളെ മാറ്റുന്ന കുറേ സാധനങ്ങൾ. കുട്ടികളോട് ചൂടായിക്കൊണ്ട് നടക്കിട്ട് ചെറിയ ചെറിയ കുട്ടികളോട്ടോ എടുത്ത് നടക്കാൻ വയ്യാതെ നടത്തിക്കാണേ. എന്നിട്ട് ഓർക്ക് ഒരു ആസ്വാദനം കിട്ടുന്നില്ല. ഈറ്റങ്ങൾ ഇങ്ങനെ കൊലിഞ്ഞ് നോക്കേണ്ട അവസ്ഥയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, നടക്കും, അപ്പോൾ ചൂടാവും. ഞാനൊക്കെ നോക്കിയിരുന്നു. ഓരോരുത്തരുടെ വിഷമവും ബേജാറും ടെൻഷനും സന്തോഷവും ഒക്കെ അങ്ങനെ നോക്കിയിരുന്നു ഞാൻ. അതിങ്ങനെ നോക്കി ആസ്വദിച്ചു. ഒരു ഭാഗത്ത് ആസ്വദിക്കുന്ന, ഒരു ഭാഗത്ത് നല്ല ആഹ്ലാദിക്കുന്ന, ഒരു ഭാഗത്ത് ടെൻഷൻ അടിക്കുന്ന, ഒരു ഭാഗത്ത് പിന്നെ വിഷമം പ്രകടിപ്പിക്കുന്നു. അതിൽ അന്നതുണ്ട്. ഇതിലെല്ലോട് ചൂടാതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരന്ന വന്ന് ചൊറിയും, അപ്പോൾ ചോരോട് ചൂടാവും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോണ്ടേ കുറേ ബീച്ച്, മറ്റേ കല്ലിട്ട ബീച്ചുകളൊക്കെ, മറ്റേ കടലിലേക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ എന്താ കല്ലിട്ടുണ്ടാവില്ലേ, ഒരു തിരമാല വന്ന് ഇങ്ങനെ അടിക്കുക, അതൊക്കെ നല്ല രസമാണ്. ഈ വിരാതനായി കണ്ടേ അപ്പത്തിന് തുടങ്ങാം വിശക്കുക വിശക്കുക വിശക്കുക. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതല്ലേ.
അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ